ഹേ ഗൈസ്, അപ്പം ഞാനിന്ന് വന്നേക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് ജോലിക്ക് പോകണം ഗൈസ്. നമുക്കിന്ന് ജോലി കിട്ടാൻ നിസ്സാര ജോലിയല്ല. കംപ്ലൈൻ്റ് ആയ വണ്ടികൾ ശരിയാക്കി എടുക്കാനായിട്ട് ഒരു വണ്ടിയെ വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ ഒന്നല്ല, നമ്മുടെ സ്വിഫ്റ്റ് കാറിലാണ് പോണേ. നമുക്കിനി സ്വിഫ്റ്റ് കാർ നമ്മുടെ കൂട്ടുകാരൻ കൊണ്ട് തരും എന്നൊക്കെ തന്നെയാണ് അവൻ നമ്മളോട് പറഞ്ഞത്. അപ്പം നമുക്ക് നേരെ പോവാം ഗൈസ്. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഗൈസ്. അടിച്ചു കയറി പോവാ ഗൈസ്. അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഒരു സ്ഥലത്തൊക്കെ എത്തിയിട്ടുണ്ട്. അവിടെ നമുക്ക് വണ്ടി എടുത്തിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ ട്രക്കിൽ കയറിയിട്ടുണ്ട്. അവർ എന്നോട് പറഞ്ഞത് കാറൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ എന്നാണ്. ഇതിനകത്ത് ബൈക്കാണ് ആകെ ഉള്ളത് ഗൈസ്. അതിൻ്റെ ഇടയിൽ കൂടെ ബൈക്കൊക്കെ പോകണ്ട, അത് നമുക്ക് പിന്നെ ശരി കൊണ്ടുവരാം. ഇതിനകത്ത് അവർ പറഞ്ഞത് ഏറ്റവും ബാക്കി വെച്ചാൽ സ്കൂട്ടർ നമ്മളോട് എടുത്തോളാനൊക്കെ തന്നെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മളത് എടുത്തിട്ട് കളറൊക്കെ മാറ്റും. നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ടേക്ക് ഇതും കൊണ്ട് പോവുക. സൂക്ഷിച്ച് ഓടിച്ചില്ലെങ്കിൽ പോവും ഒക്കെ കൂടി പോവും. അപ്പം നമ്മളാണെങ്കിൽ വീട്ടിലോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടി അവർ കൊണ്ടുപോയിട്ടുണ്ട്. നമുക്കാണെങ്കിൽ ഒരു കാറ് കിട്ടിയിട്ടുണ്ട്, പിന്നെ ബൈക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ശരിയാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മുടെ കുതിരയിൽ ഓടിച്ചോക്കാണ്. കണ്ട നമ്മുടെ കുതിര സ്മൂത്തായിട്ട് ഓടിപ്പോകുന്നുണ്ട് ഗൈസ്. അയ്യോ വെള്ളത്തിൽ ഗൈസ്. അപ്പം നമ്മുടെ കുതിര അതേ വണ്ടികളൊക്കെ ഇട്ടിച്ച് തെറിപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. ഞാൻ ഡോറ് തുറന്നിട്ടേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സീറ്റൊക്കെ ശരിയാക്കാനാണ് ഗൈസ്. ഞാനാണെങ്കിൽ ഈ വണ്ടിയൊക്കെ ഒന്ന് ഓടിച്ചു നോക്കും എന്താ പ്രശ്നമാണ്. ഈ വണ്ടിക്ക് എന്താണ് പ്രശ്നം? വണ്ടി പോകുന്നില്ല ഗൈസ്. പോകുന്നുണ്ട്, രണ്ടാമത്തെ നെറ്റിന് അങ്ങോട്ട് പോവാണ് ഗൈസ്. പിന്നെ നമ്മുടെ ഈ വണ്ടി എടുക്കാം ഗൈസ്. ഇനി ഈ വണ്ടി കൂടി നോക്കാം. ഈ വണ്ടീൻ്റെ ഡോറട്ടയില്ല, കേറുമടയുണ്ടെന്നൊക്കെ തന്നെയാണ് അവൻ പറഞ്ഞത്. ഇത് നമ്മുടെ കുതിര കെട്ടി കണ്ടാണ് തന്നെ തുറന്നത് സെറ്റാക്കി കണ്ട ടിക്കൊക്കെ തുറന്നത്. അത് ശരിയാക്കാൻ പോവാണ് ഗൈസ്. അപ്പം നമുക്ക് നേരെ ശരിയാക്കിയിട്ട് കാണാം ഗൈസ്. അപ്പം നമ്മളെല്ലാ വണ്ടികളും ശരിയാക്കി, ചിലതിൻ്റെ കളറും മാറ്റി. പിന്നെ നമ്മുടെ സ്കൂട്ടർ നമ്മൾ എടുത്തിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മുടെ സ്പീഡിൽ അങ്ങോട്ട് പോയിട്ടാണ്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന കുറേ ചേട്ടന്മാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് അവരോട് പോയി പറയണം നമ്മൾ വണ്ടി ശരിയാക്കി കഴിഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. നമുക്ക് അവർ തന്നെ കൊണ്ടുപോയിക്കോളും ഗൈസ്. നമുക്കൊന്ന് കറങ്ങിയിട്ട് കാണാം. ഈ ഗൈസ് ഹെൽമെറ്റ് ഇടാൻ മറന്നുപോയി. ഞാൻ എൻ്റെ വണ്ടിയിൽ തൊപ്പി കിട്ടുന്നുണ്ട് ഗൈസ്. ഞാൻ തൊപ്പിയിട്ടിട്ട് കാണാം ഗൈസ്. മുടിയും വെട്ടാൻ പോകുന്നു ഗൈസ്. ഞാൻ ഇവിടെയല്ല മുടി വെട്ടണ അവിടെ. മുടി വെട്ടിയിട്ട് ഞാൻ തൊപ്പിയിടും ഗൈസ്. മുടി വെട്ടിയിട്ട് കാണാം ഗൈസ്. ഞാനാണെങ്കിൽ എൻ്റെ തല മുട്ടത്തര അങ്ങോട്ട് അടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ വണ്ടിയിൽ പോയിട്ട് തൊപ്പിയെടുത്ത് വയ്ക്കട്ടെ. ഞാൻ എൻ്റെ വണ്ടി ഓടിച്ചിട്ടുണ്ടെന്ന് എടുത്തിട്ട് കാണാം ഗൈസ്. അപ്പം ഞാൻ എൻ്റെ തലയിലാണെങ്കിൽ തൊപ്പിയൊക്കെ തന്നെ ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ബോട്ട്സ് അടിക്കാനാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ബോട്ട്സ് അടിക്കാനായിട്ട് ഇവിടെ അങ്ങനെ അറിയണ ആരും ഇല്ല എന്നൊക്കെ തന്നെയാണ് പറഞ്ഞത് ആ ചേട്ടൻ. അപ്പോൾ നമുക്ക് വേഗം ഹെൽമെറ്റ് ഇടണം. ഇട്ടില്ലെങ്കിൽ ഇവിടെ പോലീസുകാർ ഒന്ന് സീനാക്കും. നമ്മുടെ ബൈക്കിന് ഹെൽമെറ്റൊക്കെ തന്നെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ പോയപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ എന്താണൊക്കെ കാണിക്കേണ്ടത്. നമുക്ക് ഇയാളുടെ അടുത്തേക്ക് ഫോൺ നോക്കിയിട്ട് വരണം. ഇയാളാണെങ്കിൽ എന്തോ കടന്ന് കാട്ടുണ്ട്. മതിലിനെ കൊണ്ട് ഇടിക്കുന്നതാണ്. ഇയാൾക്ക് വണ്ടി മതിലിനെ കൊണ്ട് സ്ക്രാച്ച് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളത് നോക്കണം. നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അവർ കൊണ്ടുപോയിട്ടുണ്ടാവുന്നൊക്കെയാണ് തോന്നണത്. നമുക്ക് നേരെ വീട്ടിലോട്ടേക്ക് പോവാം.
നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ പോലീസ് സ്റ്റേഷനും പിന്നെ എയർപോർട്ടും തന്നെ ഉണ്ട്. നമുക്ക് വണ്ടി എടുക്കണം, നടന്നു പോകാനൊക്കെ ദൂരമുള്ളൂ. നമ്മൾ വണ്ടി എടുത്ത് തന്നെ പോവുള്ളൂ. അത് കൊണ്ടോ നമ്മുടെ വണ്ടി നമ്മുടെ കൂട്ടുകാരന്മാർ കൊണ്ടുപോയിട്ടുണ്ട്. ഈ 2 വണ്ടി കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ നമുക്ക് പോവാം. ഇനി നമുക്ക് നോക്കണ്ട, അവർ കൊണ്ടുപോകുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ പോവാം. ഞാൻ സൂക്ഷിച്ച ഈ പ്രാവശ്യം പോവുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഞാൻ എൻ്റെ വീടിൻ്റെ പുറകു ഭാഗം കാണിച്ചു തരാം. പുറകുഭാഗം സോറി ഗൈസ്, പുറകുഭാഗമല്ല, നമ്മൾ ഈ ഭാഗത്താണ് കാണിക്കാൻ പോകുന്നത് ഗൈസ്. നമ്മൾ ഇവിടെയൊക്കെ തന്നെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെയാണ് നമ്മുടെ നമുക്ക് പറയാം നമ്മൾ കാറുകൾ ഒളിപ്പിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നിട്ട്. പിന്നെ ഗൈസ് നമ്മളപ്പോൾ പോവാണ്. അയ്യോ 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 ഗൈസ്, സ്ക്രാച്ചായി. നമുക്കത് നോക്കണ്ട ഗൈസ്. നമ്മുടെ കയ്യിൽ ബൈക്ക് ഉണ്ട്, ഡ്യൂക്ക് തന്നെ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ നമുക്ക് ബൈക്ക് വേഗാനായിട്ട് പോകണം ഗൈസ്. നമ്മുടെ കയ്യിലുണ്ടെന്നല്ല, നമ്മൾ വേഗം പോകണം. ഡ്യൂക്കല്ല ഗൈസ്, നമ്മുടെ ബുള്ളറ്റ് നമ്മൾ ശരിയാക്കാനായിട്ട് കൊടുത്തേക്കാണ്. ശരിയാക്കാനല്ല, പുതിയതായിട്ട് എടുക്കാനായിട്ട് പോവുകയാണ് നമ്മൾ ബുള്ളറ്റ്. അതിനായിട്ട് നമ്മൾ സ്പീഡിൽ വിടാണ്. ഞാൻ പോയി പിടിച്ചേട്ടൻ പെട്ടെന്ന് അങ്ങോട്ട് ബ്രേക്ക് പിടിച്ച് ഗൈസ്. അപ്പോൾ നമ്മളാണെങ്കിൽ അവിടെ വീണ്. അങ്ങനത്തെ 2 വണ്ടികളുണ്ടായ കാരണം മറ്റേ ചേട്ടനാണെങ്കിൽ സ്പീഡിൽ പോയി തന്നെ ചെയ്തു. കാരണം ഫോളോ ചെയ്യണം ഗൈസ്. വേണ്ട, ചേട്ടൻ വണ്ടിൻ്റെ പുറകെ എടുത്ത് വന്നിട്ടുണ്ട്. എൻ്റെ വണ്ടിക്കൊന്നും പറ്റിയില്ല ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ പോവാം ഗൈസ്. നമ്മൾ ബസ് സ്റ്റാൻഡിലോട്ടേക്ക് തന്നെയാണ് പോകുന്നത്. ഇവിടെ വണ്ടി വെച്ചിട്ട് ബസ് സ്റ്റാൻഡിൽ പോകും ഗൈസ്. ഇനി വണ്ടി വരുന്ന വരെ വെയിറ്റ് ചെയ്യാം ഗൈസ്. ഗൈസ് ഇവിടെ ഞാനെങ്കിൽ ബസ് വന്നതാണ്. ഞാൻ ഫോൺ വിളിച്ചപ്പോൾ അവർ ബസ് ചെയ്യാൻ കൊണ്ട് വന്നിട്ടുണ്ട്. വണ്ടിയിൽ ഡ്രൈവർ ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ കയറും. ഇനി നമുക്ക് പോവാ. നമ്മളവിടെ നിന്ന് കൊടുത്താൽ മതി. ഡ്രൈവർ ചേട്ടൻ സീനാണ് ഗൈസ്. ഓട്ടോമാറ്റിക് അല്ല, ഡ്രൈവർ ചേട്ടനെ ഓടിക്കുന്നുണ്ട്. നമുക്ക് നേരെ പുള്ളിക്കാരുടെ കൂടെ പോവാം. പുള്ളിക്കാരുടെ ആൾക്കാരൊക്കെ കയറ്റുന്നുണ്ട്. പകുതി പേരെ കയറ്റിയിട്ടില്ല. കാരണം എന്താണെന്ന് അറിയില്ല. ബസ്സുകാരെ നമുക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്ത് ആ വണ്ടി വരും ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ആ സ്ഥലത്തൊക്കെ എത്തിയിട്ടുണ്ട് ഗൈസ്. ബസ് അവിടെ നിർത്തിയിട്ട് നമ്മൾ ഇവിടെ നടന്ന് പോവാണ്. വരണ വഴി നമ്മൾ കടയിൽ കയറിയിട്ട് ഒരു വെള്ള കളർ ഹുഡി തന്നെ അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ബുള്ളറ്റ് വേണ്ടാന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെ അതിനേക്കാളും നല്ല വണ്ടികളുണ്ട് ഗൈസ്. ബുള്ളറ്റിനേക്കാളും നമുക്ക് ഇതന്നെ അങ്ങോട്ട് എടുക്കാം ഗൈസ്. ഇതിനകത്ത് നമുക്ക് ഇതങ്ങോട്ട് എടുക്കാം. പൈസക്ക് നമ്മൾ ഫോൺ വഴി അയച്ചു കൊടുത്തിട്ടുണ്ട്, ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട്. ഇത് നല്ലതാണ്. ഹെൽമെറ്റ് ഇടാണ്ട് പോയിട്ട് സീനുകൾ ഒതുക്കണം. ഇവിടെ എവിടെയെങ്കിലും ഒതുക്കിയിട്ട് ഹെൽമെറ്റ് ഇടണം. നമുക്കാണെങ്കിൽ കൃത്യം ചാർജ് ഉണ്ട് ഗൈസ്. വണ്ടി നമ്മളാണ് ഹെൽമെറ്റൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. ഈ വണ്ടിയിലാണെങ്കിൽ വേറെ ഹെൽമെറ്റാണ്. നമ്മളാണെങ്കിൽ സീനായിട്ട് പറക്കാണ്. അയ്യോ കോബറയാണ്. നമ്മൾ ആ വഴിയിലാണ് ചെക്കിങ്. നമ്മൾ ഈ വഴി കൂടെ പോകണം. ഈ വഴി കൂടെ പോകണതാണ് കുറച്ചുകൂടി സേഫ്. നേരെ വീട്ടിലോട്ട് പോവാണ്. ഇടിക്കാതെ തന്നെ മാക്സിമം കൊണ്ടുപോകാൻ ശ്രമിക്കുക.
ചിരിച്ചൊക്കെ തന്നെയാണ് നിർത്തിയത്. നമ്മൾ ചിരിഞ്ഞാണ് വളർത്തുന്നത്. പെട്ടെന്ന് നിർത്തണം. നമ്മൾ ഹെൽമെറ്റ് ഇട്ടിരിക്കുക പ്രശ്നമാവും ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ സ്പീഡിൽ അങ്ങോട്ട് വിടാം ഗൈസ്. ആ ബസ് പോയി ഗൈസ്. നമ്മൾ വന്നപ്പോൾ തന്നെ ആ ബസ് കൊണ്ട് അവർ പോയിട്ടുണ്ട്. വണ്ടി ഇടിച്ചു ഗൈസ്. നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയോ? ഓടിച്ചൊന്ന് വണ്ടി കയറട്ടെ. നമ്മളറിയാണ്ട് ഹെൽമെറ്റ് ഊരിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ തൊപ്പിയും ഹെൽമെറ്റ് ഇട്ടിട്ട് എന്തോ പോലെയാണ് ഗൈസ്. അതുകൊണ്ട് നമ്മൾക്ക് ഇനി നോക്കണ്ട ഗൈസ്. അപ്പോൾ ഇതിനകത്താണെങ്കിൽ കുറേ ഹെൽമെറ്റ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളിനി സൂക്ഷിച്ച് വേണം കിടക്കാൻ. പുതിയ വണ്ടിയായി പോയി ഗൈസ്. ഇനി സൂക്ഷിച്ച് കിടക്കണം. കുഴപ്പമില്ല. വണ്ടി വന്നില്ല. നടക്കാം ഗൈസ്. ഇപ്പോഴും ഒരു വണ്ടി കൊണ്ടുപോയിട്ടൊന്നുമില്ല ഗൈസ്. നമ്മൾ സൂക്ഷിച്ചൊന്ന് നിർത്തണം ഗൈസ്. ഇതിന് ഇടിച്ച് ഇനി നമ്മൾ കഷ്ടപ്പെടുത്ത് 1500 രൂപ കൊടുത്ത് ഭയങ്കര വണ്ടിയാണ് ഗൈസ്. നമ്മൾ സൈക്കിൾ അതേപാടി കൊണ്ട് ഹെൽമെറ്റ് ഇട്ട് കയറാണ് ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ബൈ.